എൻ്റെ നല്ലയമ്മ. പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ മധ്യസ്ഥത വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഈശോയുടെ അമ്മയെ എൻ്റെയും അമ്മയായി കണ്ട് സ്നേഹിക്കുമ്പോൾ ഈ മധ്യസ്ഥ ശക്തി വളരെ ശക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്രകാരം ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ സ്വീകരിച്ച നിരവധി വ്യക്തിത്വങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. മനുഷ്യരക്ഷയ്ക്കു വേണ്ടി കുരിശിൽ തൂങ്ങി സഹിച്ച് മരിച്ച ഈശോ മരണത്തിന് മുമ്പ് കുരിശിൻ ചുവട്ടിൽ നിന്നിരുന്ന സ്വന്തം അമ്മയെ ലോകത്തിന് മുഴുവനും അമ്മയായി പ്രഖ്യാപിച്ചു. ഈ അമ്മയുടെ സ്നേഹവും കരുണയും അനുഭവിച്ചറിയാൻ ഇടയായ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ അമ്മയെ എൻ്റെ അമ്മയാണ്. ഈ അമ്മയെ ഞാൻ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, അംഗീകരിക്കുന്നു. കാരണം ഈ അമ്മ എന്നെ കൈപിടിച്ച് ഉയർത്തി മരണത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു, രോഗശാന്തി എനിക്ക് നൽകി, സന്യാസി വൈദികനുമായി ഈശോയിൽ എന്നെ രൂപപ്പെടുത്തി. അതുകൊണ്ട് ഈ അമ്മയോടുള്ള എൻ്റെ കടപ്പാട് അനിർവചനീയമാണ്. എൻ്റെ പേര് ഫാദർ ലുഡവിക് പാത്തിക്കൽ CMI. എൻ്റെ നാട് ചങ്ങനാശ്ശേരി, വീട് കുരിശുമൂട്, ഇടവക ചെത്തിപ്പുഴ തിരുഹൃദയ പള്ളി. ഞങ്ങൾ 6 സഹോദരങ്ങളാണ്, 3 ആൺമക്കളും 3 പെൺമക്കളും. എൻ്റെ മൂത്ത സഹോദരി സിസ്റ്റർ കന്യാസ്ത്രീയാണ്, ചെന്നൈയിലാണ്. ആ സിസ്റ്ററിൻ്റെ പേര് മേരി ഇമാക്കുലേറ്റ് എന്നാണ്. മരിച്ചുപോയ എൻ്റെ അമ്മയുടെ പേര് മറിയാമ്മ എന്നാണ്. ഞാൻ സന്യാസവ്രതം സ്വീകരിച്ച് സന്യാസിയായപ്പോൾ എനിക്ക് തന്ന പേര് ലുഡവിക്കാണ്. അതിനോട് ചേർത്ത് ഞാൻ സ്വീകരിച്ച പേര് അമലോത്ഭവ മാതാവിൻ്റെ ബ്രദർ ലുഡവിക് എന്നായിരുന്നു. ഇതെല്ലാം മാതാവിനോടുള്ള ബന്ധം സൂചിപ്പിക്കുന്നു എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. തൻ്റെ ഭവനത്തിൽ നിന്നാണ് പരിശുദ്ധ അമ്മയെ അച്ഛൻ ആദ്യമായി പരിചയപ്പെടുന്നത്. മാതാപിതാക്കളിൽ നിന്നും ലഭിച്ച മാതൃഭക്തിയിൽ അച്ഛൻ വളർന്നു വന്നു. ഈ അമ്മയോടുള്ള സ്നേഹത്തിൽ വളരുന്നതിനുള്ള പ്രാഥമിക സാഹചര്യങ്ങളായിരുന്നു അച്ഛൻ്റെ ഭവനത്തിലുണ്ടായിരുന്നത്. എൻ്റെ ചെറുപ്പം മുതലേ പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള സ്നേഹവും ബഹുമാനവും എൻ്റെ ഉള്ളിൽ ആഴ്ന്ന് ഇറങ്ങിയിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, എൻ്റെ സ്നേഹസമ്പന്നയായ അമ്മ പകർന്നു തന്ന വലിയ ഭക്തിയാണ്. എൻ്റെ അമ്മ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. എത്രയും ദയയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥനയുടെ സിദ്ധിയും ഫലസിദ്ധിയും അതുപോലെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാലുണ്ടാകുന്ന ഗുണങ്ങളുമൊക്കെ അമ്മ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഞാൻ പഠിച്ച വിദ്യാലയമാണ്. പ്രസിദ്ധമായ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പാറേപ്പള്ളിയോടനുബന്ധിച്ചുള്ള LP സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം അവിടെയായിരുന്നു. സെൻറ്റ് മേരീസ് LP സ്കൂളാണത്. ആ സ്കൂളിന് തൊട്ടടുത്താണ് ഈ ദേവാലയം, പാറേപ്പള്ളി എന്ന് പറയുന്ന ദേവാലയം. ആ ദേവാലയത്തിൻ്റെ അൾത്താരയുടെ മുകൾ ഭാഗത്ത് പരിശുദ്ധ അമ്മയുടെ മനോഹരമായ ഒരു രൂപം വച്ചിട്ടുണ്ട്. ആ രൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക കുട്ടികളായ ഞങ്ങൾക്ക് ഏറെ സന്തോഷകരമായിരുന്നു. കാരണം ഞങ്ങളവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഈ അമ്മ ഞങ്ങളെ നോക്കുന്നത് പോലെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അമ്മ ശ്രവിക്കുന്നത് പോലെയൊക്കെ ഞങ്ങൾക്ക് അനുഭവപ്പെടുമായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്ക് ധാരാളം പ്രാവശ്യം ആ ദേവാലയത്തിൽ പോയി അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഈ മനോഹരമായ സ്വരൂപം
ഞങ്ങളുടെ CMI പ്പെട്ട ഒരച്ഛൻ ഫ്രാൻസിൽ നിന്ന് വരുത്തി കൊടുത്ത രൂപമാണ്. അച്ഛൻ്റെ പേര് തയ്യിൽ എസ്തപ്പാനോസ് അച്ഛൻ എന്നായിരുന്നു. മറ്റൊരു കാര്യം, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ ഞാൻ ചെത്തിപ്പുഴ ആശ്രമ ദേവാലയത്തിലെ അൾത്താര ബാലനായിട്ട് ജോലി ചെയ്തിരുന്നു, കുർബാനയിൽ സംബന്ധിച്ചിരുന്നു. അന്ന് ഞങ്ങൾക്ക് കുട്ടികളുടെ മരിയൻ സൊഡാലിറ്റി എന്ന് പറഞ്ഞ സംഘടനയുണ്ടായിരുന്നു. എല്ലാ ശനിയാഴ്ചയും ഞങ്ങളെല്ലാവരും സംസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് മാതാവിൻ്റെ അൾത്താരയുടെ മുമ്പിൽ കുർബാന, അത് കഴിഞ്ഞ് മാതാവിനോട് പ്രാർത്ഥന, അത് കഴിഞ്ഞ് മാതാവിനെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ, ഇങ്ങനെ ഞങ്ങളുടെ മരിയഭക്തി വളർത്താൻ ഈ അച്ഛന്മാരൊക്കെ ധാരാളമായിട്ട് പരിശ്രമിച്ചിരുന്നു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട്. മറ്റൊരു കാരണം പാറേപ്പള്ളിയിലെ പെരുന്നാളാണ്. ആണ്ടുവട്ടം മുഴുവൻ ഞങ്ങൾ കാത്തിരിക്കുന്ന പെരുന്നാളാണ്. വലിയ ആഘോഷമാണത്. തിരുനാളിൻ്റെ ആഘോഷങ്ങൾ, പ്രദക്ഷിണങ്ങൾ, പിന്നെ ചെണ്ടകൊട്ട്, ബാൻഡ് മേളം, വെടിക്കെട്ട്, പിന്നെ പള്ളിയിലെ ആഘോഷങ്ങൾ, ഒരുപാട് കടകൾ, ആളുകളൊക്കെ ഇതിനകത്ത് ഭക്തിയോടെ പങ്കെടുക്കുന്നു. ഇതെല്ലാം ഞങ്ങളുടെ ആ മരിയ ഭക്തിയെ വളർത്തുന്നതിന് സഹായമായിട്ടുള്ള ഘടകങ്ങളാണ് എന്ന് പറയാൻ ഏറെ സന്തോഷമുണ്ട്. കർമ്മലീത്ത സന്യാസ സഭയിലെ ഒരു സന്യാസ പുരോഹിതനായി കർത്താവിന് വേണ്ടി സേവനം ചെയ്യുവാൻ ഇന്ന് അച്ഛന് സാധിക്കുന്നുവെങ്കിൽ അതിനു പിറകിൽ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥ ശക്തി കാരണമാണ്. സെമിനാരി ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളെ അനുഗ്രഹങ്ങളായി മാറ്റിയ പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾ അച്ഛൻ ഓർത്തെടുക്കുന്നു. എൻ്റെ അമ്മയായ പരിശുദ്ധ കന്യക മറിയം എന്നോട് കാണിച്ച ദയയും കരുണയും ഞാൻ അനുഭവിച്ചറിഞ്ഞ, എന്നെ ഏറെ സ്വാധീനിച്ച സംഭവം പറയാം. ഞാൻ 8ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയപ്പോൾ സെമിനാരിയിൽ ചേരാനായിട്ട് ചെത്തിപ്പുഴയിലെ വൈദികരുടെ നിർദ്ദേശപ്രകാരം തീരുമാനിച്ചു. അങ്ങനെ സെമിനാരിയിൽ ചേർന്നു. മാന്നാനത്ത് സെമിനാരിയിലാണ് ചേർന്നത്. അപ്പോൾ ഈ സെമിനാരിയിൽ ചേർന്ന വൈദികനാകാനുള്ള ആഗ്രഹം എന്നിൽ ജനിപ്പിച്ചത്, ഞാനൊരു അൾത്താര ബാലനായിട്ട് ചെത്തിപ്പുഴ ആശ്രമത്തിൽ ദിവ്യബലിയിൽ പങ്കെടുത്തിരുന്നപ്പോൾ ചെത്തിപ്പുഴ ആശ്രമം മേജർ സെമിനാരി ആയിരുന്നതുകൊണ്ട് എല്ലാ കൊല്ലവും വൈദിക പട്ടവും പുത്തൻ കുർബാനകളും ഇവിടെ നടക്കുമായിരുന്നു. അൾത്താര ബാലന്മാരൊക്കെ പട്ടം കൊടുക്കാൻ വരുന്ന മെത്രാൻ്റെ തൊപ്പിയും വടിയും ഒക്കെ പിടിച്ച് മതഭായയിൽ തന്നെ നിൽക്കാനുള്ള അവസരം ലഭിക്കുമായിരുന്നു. അങ്ങനെ അവിടെ നടക്കുന്ന ചടങ്ങുകളൊക്കെ കണ്ടപ്പോൾ ഇത് നല്ല പരിപാടിയാണല്ലോ, ഇതെനിക്കും ഇങ്ങനെ ആയിത്തീരണമെന്നുള്ളൊരു ആഗ്രഹം ഉള്ളിൽ ഉണ്ടാകാനിടയായി. അത് വളർന്നു വന്നു. അങ്ങനെയാണ് 8ാം ക്ലാസ്സിൽ വെച്ച് തന്നെ സെമിനാരിയിൽ മാന്നാനത്ത് ചേരാനിടയായത്. അവിടെ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും മാന്നാനത്ത് സെമിനാരിയിൽ താമസിച്ചുകൊണ്ട് തന്നെ മാന്നാനത്ത് പഠിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം സുറിയാനി ഭാഷയും ലത്തീൻ ഭാഷയും പഠിക്കണം. കാരണം ആ കാലത്ത് കുർബാനയും മറ്റ് നമസ്കാരങ്ങളും ഒക്കെ സുറിയാനി ഭാഷയിലും, ഞങ്ങൾക്ക് പിന്നീട് തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിക്കാനുള്ളത് ലത്തീൻ ഭാഷയിലുമായിരുന്നത് കൊണ്ട് ആ ഒരു കൊല്ലം ഈ ഭാഷകൾ രണ്ടും പഠിക്കാൻ വേണ്ടി മാത്രം വിനിയോഗിക്കുമായിരുന്നു. ആ കാലഘട്ടത്തിലാണ് എൻ്റെ വയറ്റിൽ അസുഖം ആരംഭിക്കുന്നത്. വിശപ്പില്ലായ്മ, പിന്നെ വയറ്റിൽ വേദന, അങ്ങനെയുള്ള അസ്വസ്ഥതകൾ തുടങ്ങി. കുറേ ചികിത്സകളൊക്കെ ചെയ്തിട്ട് കാര്യമായ വ്യത്യാസം എനിക്ക് അനുഭവപ്പെട്ടില്ല. ആ കൊല്ലം അവസാനം പിന്നെ ഞങ്ങൾ സന്യാസ പരിശീലനത്തിന് വേണ്ടി നവസന്യാസ ഭവനത്തിലേക്ക് പോകുന്ന ഘട്ടമാണ്. ആ ഘട്ടമായപ്പോൾ എൻ്റെ അധികാരികൾ എന്നെ വിളിച്ച് പറഞ്ഞു, സുഖമില്ലാതെ സന്യാസ ജീവിതത്തിന് പോയാൽ അത് ശരിയാവുകയില്ല, അതുകൊണ്ട് വീട്ടിൽ പൊക്കൂ. വീട്ടിൽ പോയി അച്ചാച്ചനോട് കോളേജിൽ ചേർക്കാനോ ചികിത്സ ചെയ്യാനോ മറ്റെന്തെങ്കിലും പരിപാടിക്ക് വേണ്ടിയിട്ട് ആലോചിക്കാനായിട്ട് പറയുക എന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ പറഞ്ഞു വിട്ടു. ഏറെ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ ചേർന്ന് സെമിനാരിയിൽ നിന്ന് ബഹിഷ്കൃതനായ ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. എൻ്റെ വലിയ ആഗ്രഹം വിഫലമായല്ലോ എന്നുള്ള ചിന്ത എന്നെ ഏറെ വേദനിപ്പിച്ചു. വീട്ടിൽ ചെന്ന് ഞാൻ കരഞ്ഞു. വാവിട്ട് കരഞ്ഞപ്പോൾ എൻ്റെ മാതാപിതാക്കളും ബന്ധുജനങ്ങളും ഒക്കെ എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും എനിക്ക് അവിടെ ആശ്വാസം കണ്ടെത്താനായില്ല. എൻ്റെ അമ്മ എന്നെ കൈവിടുകയില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ
ഞാൻ അമ്മയുടെ രൂപത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഞാൻ കരഞ്ഞപേക്ഷിച്ചു. 1 കൊല്ലം അങ്ങനെ വീട്ടിൽ ഞാൻ താമസിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ച് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് അറിവ് ലഭിച്ചു. വീണ്ടും എന്നെ സെമിനാരിയിൽ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, സെമിനാരിയിൽ ചേരാൻ ചെല്ലുക എന്ന് പറഞ്ഞുകൊണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു എന്നെനിക്ക് മനസ്സിലായില്ല. കാരണം സെമിനാരിയിൽ നിന്ന് വിട്ടുകളഞ്ഞാൽ പിന്നെ എടുക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, പരിശുദ്ധ അമ്മ ഈശോയോട് പറഞ്ഞു, ഈശോ ആരാളുടെയൊക്കെ ചുമതലപ്പെടുത്തി എന്നെ വീണ്ടും എടുക്കാനായിട്ട് ക്രമീകരണം ചെയ്തതാണ്. ഖാനായിലെ കല്യാണ വിരുന്നിൽ സംഭവിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് എന്നെനിക്ക് തോന്നി. അങ്ങനെ ഞാൻ വീണ്ടും സെമിനാരിയിൽ ചെന്നു. എൻ്റെ രോഗത്തോടു കൂടി തന്നെ, അതാണ് എൻ്റെ വിശേഷം. രോഗിയായതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് എന്നെ ആ രോഗങ്ങളിൽ വ്യത്യാസം വരാതെ തന്നെ വീണ്ടും സെമിനാരിയിൽ എടുക്കുന്നു, പഠനം പൂർത്തിയാക്കുന്നു. നവസന്യാസം കഴിഞ്ഞ് ഞങ്ങളെ എല്ലാവരെയും ഇവിടെ നിന്ന് ബാംഗ്ലൂർ ധർമാരാം കോളേജിലേക്ക്, അവിടെയാണ് ഞങ്ങളുടെ മേജർ സെമിനാരി, അങ്ങോട്ട് മാറ്റി. അവിടെ പോയി 3 കൊല്ലം തത്വശാസ്ത്രം പഠിച്ചു, 4 കൊല്ലം ദൈവശാസ്ത്രം പഠിച്ചു. ഒരു വൈദികനായി ഞാൻ അവിടെ അഭിഷേകം ചെയ്യപ്പെടുകയാണ്. പക്ഷെ അതിനു മുമ്പ് ദൈവശാസ്ത്രം പഠിക്കാൻ ആരംഭിച്ച കൊല്ലത്തിൽ എൻ്റെ രോഗം ശക്തി പ്രാപിച്ചു. എനിക്ക് അനങ്ങാൻ വയ്യാത്ത അവസ്ഥയായി. എൻ്റെ വയറ് മുഴുവനും നീര് വെച്ച് വീർത്തിട്ട് ശ്വാസം വിടാൻ വയ്യാത്ത അവസ്ഥ. ഭക്ഷണം കഴിച്ചാൽ വയറിളകുന്നു, ഒരുപാട് പ്രാവശ്യം ഛർദ്ദിക്കുന്നു. കർത്താവ് വിദഗ്ധനായ ഒരു ഡോക്ടറെ അവിടെ കൊണ്ടുവന്ന് തരുന്നു. ധർമാരാമിലെ കുർബാനയിൽ പങ്കെടുക്കാൻ വരുന്ന വിദഗ്ധനായ ഏഷ്യയിലെ ഏറ്റവും വലിയ ഡോക്ടറാണ്. TB സാനിറ്റോറിയത്തിലെ ഡോക്ടറാണ്. ഡോക്ടർ മസ്ക്രീനാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തോട് വിവരം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഓ സാരമില്ല, ഇനി മരുന്ന് തരാം. അദ്ദേഹം തന്ന മരുന്ന് കഴിച്ചിട്ട് യാതൊരു വ്യത്യാസവും വന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെന്തോ ഗൗരവമായ സുഖേടാണ്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. എന്നെ 2 പേര് 2 കൈയിലും പിടിച്ച്, ഇടതും വലതും പിടിച്ച് നടത്തിക്കൊണ്ടുപോയി കാറിൽ കയറ്റി. ഒരച്ഛനും കൂടെ വന്നു, ആശുപത്രി കൊണ്ടുപോയി. അവിടെ 4 ഡോക്ടർമാർ 4 മണിക്കൂർ സമയം എന്നെ കിടത്തി പരിശോധന നടത്തി, വിദഗ്ധമായ പരിശോധന. അവിടെ അത് പൂർത്തിയാകാതെ നിംഹാൻസ് എന്ന് പറഞ്ഞ് അതിനടുത്തുള്ള ആശുപത്രിയുണ്ട്. അവിടുത്തെ എക്സ്റേ കുറേ കൂടെ പവർഫുള്ളാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടുപോയി, അവിടെയും കിടത്തി പരിശോധിച്ചു. അവസാനം റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് വളരെ ഗൗരവമായിപ്പോയി, വളരെ അഡ്വാൻസ്ഡ് ആയിപ്പോയി, മരണകരമായ രോഗമായിരുന്നു, 1-2 മാസം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ മരിച്ചു പോകുമായിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. രോഗം എന്താണെന്നറിയാമോ? ഇൻറ്റെസ്റ്റൈനൽ ട്യൂബർക്കുലോസിസ്, എൻ്റെ ചെറുകുടലിൽ ക്ഷയരോഗം ബാധിച്ചിരിക്കുന്നു എന്ന രോഗമാണ്. പിന്നെ അതിനുള്ള ചികിത്സയാണ് 4 മാസം 120 ഇഞ്ചക്ഷൻ. സെപ്റ്റോമൈസിൻ ഇഞ്ചക്ഷനാണ് ഇതിനുള്ള TBക്കുള്ള ചികിത്സയാണ്. സ്ട്രെപ്റ്റോമൈസിൻ ഇഞ്ചക്ഷൻ, അത് 120 കണ്ടിന്യൂസ് ഇഞ്ചക്ഷനാണ്. 4 മാസക്കാലം ആ ഇഞ്ചക്ഷൻ, അതിന് വേണ്ട മരുന്നുകൾ, കംപ്ലീറ്റ് റെസ്റ്റ്, വേണ്ട ഭക്ഷണ സാധനങ്ങൾ. ഇങ്ങനെ ഞാൻ പഠനം തുടരുകയാണ് അവിടെയും. അങ്ങനെ ആ രോഗത്തിൽ നിന്ന് കർത്താവ് എന്നെ മോചിപ്പിച്ചു. ആ ഡോക്ടർ വഴിയായിട്ട് കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നു. വേണ്ടാന്ന് പറഞ്ഞ് വിട്ടവരെന്നെ തിരിച്ചെടുക്കുന്നു. രോഗം മൂർച്ഛിച്ചപ്പോൾ ഡോക്ടറെ കൊണ്ട് തരുന്നു. ഇതെല്ലാം അമ്മ വഴി ഈശോ നൽകിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളുമായി ഞാൻ ഇന്നും പരിഗണിക്കുന്നു. അവിടെ വെച്ച് ഞാനൊരു തീരുമാനം ചെയ്തു, എൻ്റെ അമ്മേ, മേലിൽ ജപമാല ഒരു ദിവസവും ഞാൻ മുടക്കുകയില്ല. 2ാമത്തെ തീരുമാനം, ജപമാല എൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും മാറുകയില്ല. ഇപ്പോഴും എൻ്റെ പോക്കറ്റിൽ ജപമാല കിടപ്പുണ്ട്. അതില്ലാതെ ഞാൻ ഒരിടത്തും പോവുകയില്ല. എല്ലാ സമയത്തും എൻ്റെ കയ്യിൽ അതുണ്ടാവും. അങ്ങനെ മാതാവിനോടുള്ള പ്രതിജ്ഞ ചെയ്ത് ഇന്നും നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ പഠനം പൂർത്തിയാക്കി. 1962 മെയ് മാസം 17-ാം തീയതി ഞാൻ തിരുവനന്തപുരം പ്രവിശ്യയിലെ ഒരു വൈദികനായിട്ട് അഭിഷേകം ചെയ്യപ്പെടുന്നു. പാലായിലെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ വയലിൽ തിരുമേനിയാണ് പട്ടം തന്നത്. അങ്ങനെ പട്ടം മേടിച്ച് ഒത്തുകുർബാന ചൊല്ലി ഒരു വൈദികനായി ഇന്ന് 56 കൊല്ലമാകുകയാണ് ഞാനൊരു വൈദികനായിട്ട്. ഏറെക്കാലം കർത്താവിനോടുകൂടി കർത്താവിൻ്റെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചാണ് എന്നെ ഒരു വൈദികനാക്കിയെന്ന് ഞാൻ പൂർണ്ണ ബോധ്യത്തിലാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈശോയെയും മാതാവിനെയും വിട്ടിട്ട് ഒരു പരിപാടി എൻ്റെ ജീവിതത്തിൽ ഇല്ല.
ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആദ്യത്തെ എൻ്റെ വൈദിക ജീവിതം കഴിഞ്ഞിട്ട് 12 കൊല്ലം ഒരു സയൻസ് അധ്യാപകനായിട്ട് സ്കൂളിൽ ജോലി ചെയ്തു. അതിനുശേഷം ശമാശന്മാരെ രൂപീകരിക്കുന്നതിനുള്ള നവസന്യാസ ഗുരുവായിട്ട് എന്നെ നിശ്ചയിച്ചു. 12 കൊല്ലം അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മിഷൻ പ്രവർത്തനത്തിന് പോകണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. സൗത്ത് ആഫ്രിക്കയിൽ പോയി, തമിഴ്നാട്ടിൽ പോയി, കൽക്കട്ടയിൽ പോയി, ഇവിടെയൊക്കെ ഞാൻ മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്തു. അവിടെയൊക്കെ കർത്താവും മാതാവും എന്നോട് കൂടി ഉണ്ടായിരുന്നു. തൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ ഭാഗമായി നിരവധി വർഷത്തോളം പലയിടങ്ങളിലായി മിഷൻ മേഖലകളിൽ പ്രവർത്തിക്കുവാൻ അച്ഛന് ഇടയായി. ഇക്കാലയളവിൽ തനിക്ക് നേരിടേണ്ടി വന്ന പല അനുഭവങ്ങളിലും പരിശുദ്ധ അമ്മയുടെ കരം ദർശിക്കാൻ സാധിച്ചതായി അച്ഛൻ പങ്കുവെക്കുന്നു. ഞാനൊരു വൈദികനായ ശേഷം സൗത്ത് ആഫ്രിക്കയിൽ മിഷനിൽ ജോലിക്ക് പോകാനായി എൻ്റെ അധികാരികൾ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ അവിടെ സനീൻ എന്ന രൂപതയിൽ ബിഷപ്പിൻ്റെ കീഴിൽ മുഡീമ എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്തെ പള്ളിയിൽ വികാരിയായി ജോലി ചെയ്തു. ആ പള്ളിയുടെ കീഴിൽ 16 മിഷൻ സ്റ്റേഷൻസ് ഉണ്ട്. ഞാനും ഒരു കൊച്ചച്ഛനും ഞങ്ങൾ 2 പേരാണ് അവിടെ താമസിച്ചിരുന്നത്. ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ മറ്റ് സ്റ്റേഷൻസിൽ കുർബാനയുള്ളൂ. പ്രധാന പള്ളിയിൽ ഞായറാഴ്ച മാത്രമേ കുർബാനയുള്ളൂ. മറ്റു ദിവസങ്ങളിൽ തനിച്ച് കുർബാന ചൊല്ലുന്ന രീതിയാണ് അവിടെ ഉള്ളത്. മുഴുവനും നീഗ്രോകൾ മാത്രമേ ഉള്ളൂ അവിടെ. വിദേശികളായിട്ടുള്ള ആളുകളോ മറ്റു ആരും ഇല്ല അവിടെ. അപ്പം ഞങ്ങളവിടെ ജോലി ചെയ്യുമ്പോൾ ഒരു പള്ളി 65 കിലോമീറ്റർ ദൂരെയാണ്, രണ്ടാമത്തെ പള്ളി 35 കിലോമീറ്റർ ദൂരെയാണ്. ഈ 35 കിലോമീറ്റർ ദൂരെയുള്ള പള്ളിയിലേക്ക് ഞാൻ പോകുമ്പോൾ മഡ് റോഡാണ്, കാടിനകത്തൂടെയാണ് പോകുന്നത്. മനുഷ്യരാരും ആ വഴിക്കെങ്ങും ഇല്ല. അപ്പം അങ്ങനെ പോകുന്ന സമയത്താണ് ഒരു ദിവസം ഞാൻ റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു ഇറക്കം, അത് കഴിഞ്ഞൊരു കയറ്റമാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ മഴ പെയ്ത വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ അനുഭവമാണ്. എന്തുമാത്രം വെള്ളം ഉണ്ടെന്ന് അറിയാൻ പാടില്ല, എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ പാടില്ല. ഞാൻ തനിച്ചേ ഉള്ളു കാറിൽ. ഞാൻ അതിൽ കൂടെ വെള്ളത്തിൽ കൂടെ കാർ ഓടിച്ച് അങ്ങോട്ട് പോയി അപ്പുറത്ത് കയറാമെന്ന് വിചാരിച്ച് നടുക്കി ചെന്നപ്പോൾ കാറ് നിന്നുപോയി. പുറത്തിറങ്ങിയ കുഴിയുണ്ടോ എന്ന് മാത്രമാണെന്ന് എനിക്കറിയാൻ പാടില്ല. സഹായത്തിന് ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഇറങ്ങിയാലും അത് തള്ളി കയറ്റാനോ പുറകോട്ട് കൊണ്ടുപോകാനോ പോകാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. ആ അവസ്ഥയിൽ ഞാൻ അവിടെ കിടന്ന് മാതാവിനെ വിളിച്ചു. മാതാവേ, നിൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബുദ്ധിമുട്ടെല്ലാം സഹിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, സഹായിക്കാൻ ആരുമില്ല, അമ്മയെ വന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ വളരെ വേദനയോടെ പ്രാർത്ഥിച്ചു. പക്ഷേ ഈ പറഞ്ഞ സമയത്ത് ഒഴുക്ക് കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. വെള്ളത്തിൻ്റെ വരവ് കുറഞ്ഞു. അപ്പോൾ പള്ളി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിക്കുന്നുണ്ട്. ഞാൻ കാർ സ്റ്റാർട്ട് ചെയ്തു. അത് സ്റ്റാർട്ടായി. ഞാൻ ഓടിച്ച് കയറി പള്ളിയിൽ പോയി കുർബാനയൊക്കെ ചൊല്ലി. അപ്പോൾ അവിടെ സഹായിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയിൽ ഈ അമ്മയുടെ സഹായം അവിടെ വ്യക്തമായിട്ടുണ്ടായി എന്നാണ് എൻ്റെ ബോധ്യം. അതല്ലാതെ വേറെ സഹായിക്കാൻ ആരുമില്ല. എന്നെ സംബന്ധിച്ച് അതൊരത്ഭുതമായിട്ട് തന്നെയാണ് തോന്നുന്നത്. അല്ലെങ്കിൽ അന്നത്തെ പള്ളിയിലെ കുർബാന പരിപാടി എല്ലാം മുടങ്ങിപ്പോവും. ആഴ്ചയിൽ ഒരു ദിവസം ഞായറാഴ്ച മാത്രമേ കുർബാനയുള്ളൂ. ആളുകളവിടെ വന്ന് നോക്കിയിരുന്നിട്ട് അച്ഛനെ കാണാതെ തിരിച്ചു പോകേണ്ടി വരുന്ന ഒരു ഗതികേട് വരും. അപ്പോൾ അവിടെ മാതാവ് എന്നെ സഹായിക്കുക ചെയ്തു. വേറെ ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയിൽ അമ്മയെ വിളിച്ച് അപേക്ഷിച്ചപ്പോൾ ഉപേക്ഷിക്കാത്ത ആ അമ്മ അവിടെ എന്നെ കരുണയോടെ സഹായിച്ചു. അതിൽ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ സംഭവമായിട്ട്, ഒരു അത്ഭുതമായിട്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൽക്കട്ട മിഷനിലേക്ക് പോകാൻ എന്നോട് ആവശ്യപ്പെട്ടു. അവിടെ ചെന്ന് കഴിഞ്ഞ് ലത്തീൻ രൂപതയാണ്, ആ ബിഷപ്പിൻ്റെ കീഴിലാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. ഞങ്ങൾക്കവിടെ ഒരു ഹൗസുണ്ട്, പള്ളിയായിട്ടൊരു ചെറിയ മുറി മാത്രമേ ഉള്ളൂ. ആ ചെന്നപ്പോൾ ആളുകളൊക്കെ ആവശ്യപ്പെട്ട, അച്ഛാ നമുക്കൊരു ഇടവക വേണം, സീറോ മലബാർ ഇടവക ഇവിടെ വേണം. അത് ഞാൻ പോയി ബിഷപ്പുമായിട്ട് സംസാരിച്ചു. ബിഷപ്പ് ആലോചിച്ചിട്ട് അവസാനം നമുക്ക് സീറോ മലബാർ പാരീഷ് അനുവദിച്ചു തന്നു. അങ്ങനെ നമ്മുടെ ആ ചെറിയ മുറിക്കകത്ത് പാരീഷിൻ്റെ പരിപാടികൾ നടക്കിയാൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ഷെഡ് കെട്ടി നമ്മൾ അതിനകത്ത് പരിപാടി നടത്തുകയായിരുന്നു. അപ്പോൾ നമുക്കൊരു പള്ളി പണിയണം എന്ന ആളുകൾ ആവശ്യപ്പെട്ടു. അതിനുവേണ്ടി ഒരുപാട് സ്ഥലങ്ങൾ അന്വേഷിച്ച് പോയി. നമ്മുടെ ഭവനത്തിൻ്റെയും ഈ ചെറിയ ചാപ്പലിൻ്റെയും അടുത്ത് കുറേ സ്ഥലം കിടപ്പുണ്ട്. അത് കേസിൽ കിടക്കുകയാണ്. 40 കൊല്ലമായിട്ട് കേസ് കിടക്കുക, ചുമ്മാ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു.
പക്ഷേ കേസ് കിടക്കുന്നതായതുകൊണ്ട് വിൽക്കാൻ പറ്റിയാലാത്ത അവസ്ഥയാണ്. ആ അവസരത്തിലാണ് കൽക്കട്ടയിൽ നിന്ന് നാട്ടിലേക്ക് വിട്ടുപോരുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു, എൻ്റെ കയ്യിലൊരു മാതാവിൻ്റെ വലിയ രൂപമുണ്ട്, അത് പള്ളിക്ക് ഞാൻ നിങ്ങൾക്ക് തന്നേക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പോയി വലിയ ആഘോഷമായിട്ട് കാറുമൊക്കെ ആയിട്ട് പോയി ആ രൂപം ആഘോഷമായിട്ട് കൊണ്ടുവന്ന് ഞങ്ങളുടെ ചെറിയ ചാപ്പലിൽ സ്ഥാപിച്ച് മാതാവിനെ മാലയൊക്കെ ഇട്ട് പൂവൊക്കെ വെച്ച് അലങ്കരിച്ച് ആ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു മാസം കഴിഞ്ഞില്ല, ഈ കേസ് തീർന്നു, ഈ വസ്തു വിൽക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ചാടി വീണ് ആ സ്ഥലം മേടിച്ചു. നമ്മുടെ പള്ളി പണിയാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം നമ്മുടെ വീടിന് തൊട്ട് മതിലിനപ്പുറം കിടക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലം നമ്മൾ മേടിച്ച് അവിടെ പള്ളി പണിയാനായിട്ട് തീരുമാനിച്ചു. അത് മാതാവിൻ്റെ സഹായവും അത്ഭുതവും മാത്രമാണ്, അല്ലാതെ അത് കിട്ടാൻ യാതൊരു സാധ്യതയില്ല. ഒത്തിരി ആളുകൾ അത് മേടിക്കാൻ നോക്കിയിരുന്നവരാണ്. അതിനൊക്കെ മുമ്പ് രഹസ്യമായിട്ട് വിവരം അറിഞ്ഞിട്ട് നമ്മൾ ആ സ്ഥലം മേടിക്കുകയാണ് ചെയ്തത്. അവിടെ മനോഹരമായ ഒരു പള്ളി പണിതിട്ടുണ്ട്, സീറോ മലബാർ സെൻറ് തോമസ് പള്ളി. മനോഹരമായ ഒരു പള്ളി അവിടെ സ്ഥാപിച്ചിരിക്കുന്നു. അതിന്ന് കൽക്കട്ട അതിരൂപതയിലെ AC വെച്ചിട്ടുള്ള ഏക പള്ളി നമ്മുടെ പള്ളി മാത്രമേ ഉള്ളൂ. നമ്മുടെ ആളുകൾ ഒത്തിരി പേരുണ്ട് അവിടെ. അവരെല്ലാവരും വന്ന് സന്തോഷമായിട്ട് ആ പള്ളിയിൽ കഴിയുന്നു. അങ്ങനെ അതും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം സാധിച്ചതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. അപ്പോൾ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ഈ അമ്മ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള പൂർണ്ണമായ ബോധ്യം എനിക്കിന്ന് ഈ അനുഭവത്തിലൂടെ സംരംഭമായിരിക്കുകയാണ്. തന്നെ വിശ്വസിച്ച് ഭരമേൽപ്പിച്ച സർവ്വകാര്യങ്ങളിലും 100% ആത്മാർത്ഥമായി സേവനം ചെയ്യുവാൻ അച്ഛൻ ശ്രമിച്ചു പോന്നു. ഇതിനെല്ലാം തൻ്റെ കൂടെ സഹായമായി വന്നതും കരം പിടിച്ച് നടത്തിയതും പരിശുദ്ധ അമ്മയാണെന്ന് ഈ വൈദികൻ പങ്കുവെക്കുന്നു. സന്തോഷവും സംതൃപ്തിയും തരുന്ന കാര്യം, എന്നെ അധികാരികളൊക്കെ എന്നെ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും എല്ലാ ജോലികളും 100% ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടി ചെയ്തു എന്നുള്ളതാണ്. ആ ഒരു ആത്മസംതൃപ്തി എനിക്ക് തീർച്ചയായിട്ടുമുണ്ട്. അതിന് കാരണം ഞാൻ കണ്ടെത്തുന്നത് എൻ്റെ പ്രിയപ്പെട്ട പരിശുദ്ധ കന്യക മറിയത്തിലും അമ്മയുടെ മകനായ ഈശോയിലുമാണ്. ആ ഈശോയും പരിശുദ്ധ അമ്മയും എപ്പോഴും എന്നോടുകൂടി ഉണ്ടെന്നും എന്നെ സഹായിക്കുന്നുണ്ടെന്നും ഇനിയും തുടർന്നും സഹായിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ പ്രായമിത്രയായപ്പോൾ മരണചിന്തകൾ കടന്നു വരുന്നുണ്ട്. പരിശുദ്ധ അമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന് ഒരു ദിവസം എത്രയോ പ്രാവശ്യമാണ് പറയുന്നത്. അതുകൊണ്ട് ഈ അമ്മ ഈശോയോട് പറയും, അവർ വന്ന് മരണസമയത്ത് എന്നെ സംരക്ഷിക്കും, കൊണ്ടുപോകും എന്നുള്ള വിശ്വാസത്തിൽ സമാധാനത്തിലും സന്തോഷത്തിലും കഴിയുന്നു. ഈശോയ്ക്കും മാതാവിനും നന്ദി.